الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أفرأيت من اتخذ إلهه هوى وأضله الله على علم وختم على سمعه وقلبه وجعل على بصره عشاوة فمن يهديه من بعد الله أفلا تذكرون ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും കാത്തുസൂക്ഷിക്കണമെന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിലേക്ക് ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വളരെ പ്രതീക്ഷയോടുകൂടി, ആഗ്രഹത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കുവാനുള്ള താക്കത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. അള്ളാഹു സ്വീകരിക്കുന്ന അമലുകൾ ഉൾക്കൊള്ളുന്ന മാസമായി ഈ മാസവും പരിശുദ്ധ റമളാനും തുടർന്നുള്ള നമ്മുടെ ജീവിതവും അള്ളാഹു പരിഗണിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. കാരണം അത് പാലിക്കുമ്പോഴാണ് അവൻ ഒരുക്കി വെച്ചിട്ടുള്ള ജന്നാത്തുൽ ഫിർദൗസ് നമുക്ക് ലഭിക്കുക. അത് ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വിശ്വാസികളെ, നമ്മെ ഈ ദുനിയാവിൽ ആരൊക്കെ കൈവിട്ടാലും ഇഹത്തിലും പരത്തിലും അള്ളാഹു നമ്മെ കൈവിടാതെ നോക്കണം എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം. ആര് നമ്മെ പരിഗണിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു അവഗണിച്ചാൽ ജീവിതത്തിൽ ഒരു രക്ഷയും നമുക്ക് ലഭിക്കുകയില്ല. ആര് നമ്മെ നല്ലവനാക്കാൻ, നന്നാക്കാൻ ശ്രമിച്ചിട്ടും യാതൊരു ഫലവും അതുകൊണ്ട് ലഭിക്കുകയില്ല. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് അങ്ങനെ ഒരു സുരക്ഷിതത്വം അവൻ നൽകിയില്ലെങ്കിൽ പിന്നീട് നമ്മുടെ ജീവിതം നാശത്തിൻ്റെതാണ്. സ്വാഭാവികമായും അള്ളാഹു നമ്മെ പരിഗണിക്കുകയും നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്ന വിഭാഗത്തെക്കുറിച്ചും റഹ്മാനായ റബ്ബ് കൈവിടുന്ന ആളുകളെക്കുറിച്ചും വിശുദ്ധ ഖുർആനും പ്രവാചക തിരുസുന്നത്തും സവിസ്തരം വിശദീകരിച്ച് നൽകുന്നുണ്ട്. പരിശുദ്ധ റമളാൻ സമാഗതമാകുമ്പോൾ തീർച്ചയായും സ്വന്തത്തെ വിലയിരുത്തി അപാകതകൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാണ് ഒരു പ്രത്യേക ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ എങ്ങനെയാണ് കൈവിടുക? ചില സ്വഭാവങ്ങളുള്ളവരെയാണ് അല്ലാഹു ഉപേക്ഷിക്കുക. അവനെ അല്ലാഹു അറിഞ്ഞുകൊണ്ട് തന്നെ അവനെ വഴികേടിലാക്കും. മാത്രമല്ല, അവന്റെ കേൾവിയും അവന്റെ ഹൃദയവും നന്മ കേൾക്കുന്നതിൽ നിന്ന് അല്ലാഹു തടസ്സം വെച്ച് മുദ്രവെക്കും. അവന്റെ കണ്ണുകളിൽ മതപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് പകരം ഒരു തരം മൂടി അല്ലാഹു വെക്കും. പിന്നെ ആര് വിചാരിച്ചാലും അവന്റെ ജീവിതത്തിൽ ഒരു നന്മയും അവനിൽ ഉണ്ടാവുകയില്ല. ആരാണ് ഈ സ്വഭാവമുള്ളവർ? എന്താണ് ആ സ്വഭാവം? വിശുദ്ധ ഖുർആൻ പറയാൻ, അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, എന്നാൽ തന്റെ ഇലാഹായിക്കൊണ്ട് തന്റെ തന്നിഷ്ടങ്ങളെ സ്വീകരിച്ചവനെ നീ കണ്ടുവോ? തന്റെ തന്നിഷ്ടങ്ങളെ ഇലാഹായി സ്വീകരിച്ചവനെ നീ കണ്ടുവോ? അങ്ങനെ തന്നിഷ്ടങ്ങളെ ഇലാഹാക്കിയവന്റെ ദുരന്തമാണ് അല്ലാഹു പറഞ്ഞത്. വഅളല്ലഹുല്ലാഹു അലാ സംഇൻ വഅളല്ലഹുല്ലാഹു അലാ ഇൽമിൻ, അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാഹു അവനെ പിഴവിലാക്കുക തന്നെ ചെയ്യും. വഖതമ അലാ സംഇഹി വഖൽബിഹി, അവന്റെ കാതിനും ഹൃദയത്തിനും അല്ലാഹു മുദ്രവെക്കുകയും ചെയ്യും. വജഅല അലാ ബസ്രിഹി ഉശാവ, അവന്റെ കണ്ണുകൾക്ക് അല്ലാഹു മൂടി ഉണ്ടാക്കുകയും ചെയ്യും. ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ്, അപ്പോൾ അല്ലാഹുവിന് പുറമെ ആരാണ് അവനെ നേർവഴിയിലാക്കുന്നത്? അഫലാ തദക്കറൂൻ, അവർ ഉറ്റാലോചിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. ഈ ആയത്തിന്റെ തുടക്കമുള്ള വാക്കാണ് പ്രധാനം. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, തന്റെ മനസ്സിന്റെ ഇച്ഛകളെ, തന്റെ മനസ്സിന്റെ തോന്നലുകളെ മാത്രം തന്റെ ഇലാഹായി സ്വീകരിച്ച ഒരുത്തൻ, അവന് റഹ്മാനായ റബ്ബ് ഹിദായത്ത് നൽകുകയില്ല. ഹിദായത്ത് ലഭിക്കുന്ന ഒരു വെളിച്ചത്തിന്റെ വഴിയും അവന്റെ മുമ്പിൽ തുറക്കപ്പെടുകയില്ല. ഒരിക്കലും അവൻ ഹിദായത്തിലേക്ക്, നേർമാർഗത്തിലേക്ക്, സ്വർഗത്തിന്റെ വഴിയിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയില്ല. എന്നിട്ട് അല്ലാഹു ചോദിക്കാൻ, നിങ്ങൾ നിങ്ങളുടെ കാര്യം ഉറ്റാലോചിക്കുന്നില്ലേ? ഈ വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഗൗരവതരമായ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്നില്ലേ? എന്താണ് ഹവ? എന്താണ് ഹവയെ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ? യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിക ശരീഅത്തിന്റെ ആധാരശിലകൾ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയാത്ത കുറെ മനുഷ്യരുണ്ട് സമൂഹത്തിൽ. അവരുണ്ടാക്കുന്ന ചില പൊതുബോധങ്ങളുണ്ട്. അതാണ് ഇസ്ലാം എന്ന് അവർ വ്യാഖ്യാനിക്കുകയും ആഖ്യാനിക്കുകയും ചെയ്യുന്നു. അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം എന്നറിയില്ല. ചില കമന്റുകൾ, ചില വാചകങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ചിലരൊക്കെ പറയും മതം എന്ന് പറയുന്നത് വസ്ത്രത്തിലൊന്നുമല്ല. എന്ത് വസ്ത്രം ധരിക്കാലോ? നിങ്ങൾ എന്തിനാ ഈ വസ്ത്രത്തിന്റെ പിന്നാലെ പോകുന്നത്? മതം എന്ന് പറയുന്നത് അത് മനസ്സിലാണ്. എന്നിട്ട് അവർ പറയും, ഇതാണ് എനിക്കൊരു ധൈര്യം നൽകുന്നത്, എന്റെ കോൺഫിഡൻസ് അതാണ്, ഞാനൊരു ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കാൻ ഇതാണ് എനിക്ക് ശരി എന്ന് പറഞ്ഞ് അവർ ചില കാര്യങ്ങൾ നമ്മോട് സംസാരിക്കും. അത് വസ്ത്രമാവാം, ഇടപാടുകളാവാം, മറ്റുമാവാം. ചിലർ പറയും മൈ ബോഡി മൈ റൈറ്റ്, എന്റെ ശരീരം അത് എനിക്ക് സൂക്ഷിക്കാൻ അറിയും. അതെന്താണോ എന്റെ ചിന്ത, അതാണ് എന്റെ ശരിയായ വഴി, അതെനിക്കറിയാം. അല്ലേ? ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നോക്കിയാൽ ഇത്തരം ഇന്റർവ്യൂകളും ഇത്തരം ചർച്ചകളും കാണുന്ന മതപരമായ അറിവില്ലാത്ത ആളുകളൊക്കെ ആ ചിന്തകളിലേക്ക് കടന്നു പോകുന്നതിന്റെ ദുരന്തം നമ്മൾ അറിയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഇന്ന് മനുഷ്യ മനസ്സുകളിൽ തന്നെ ലൈംഗിക വൈകൃതങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേക സ്ഥാനം ലഭിച്ച പോലെയുണ്ട്. സ്വവർഗരതിയും അതുപോലെ തന്നെ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് കുറച്ചൊക്കെ റബ്ബുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് തന്നെ അതിനോട്
അതൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ട്. ബാക്കിയുള്ളവർ ആഘോഷിക്കുകയാണ്. ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇച്ഛകൾ, ഹവ, ആഗ്രഹങ്ങൾ, അതിനെ ഇലാഹാക്കുക എന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വഴികൾ. യഥാർത്ഥത്തിൽ ഒരാളുടെ മനസ്സിൽ വിശ്വാസത്തോടുള്ള കണിശത നിർബന്ധമാണ്. എന്റെ വിശ്വാസം, എന്റെ റഹ്മാനായ റബ്ബ് എനിക്കൊരുക്കിയ ജീവിതം, അതുകൊണ്ട് ഞാൻ നേടേണ്ടത്. ഇത് വിശ്വാസത്തിന്റെ കണിശതയാണ്. അതുപോലെ തന്നെ ബിദ്അത്തിനോടുള്ള സമീപനം, മതപരമായ കാര്യങ്ങളിൽ എന്തും ചെയ്യാനുള്ള അവകാശം എനിക്കില്ലെന്ന തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാവേണ്ടത്. നല്ലതല്ലേ, അല്ലെങ്കിൽ ദീനല്ലേ, പ്രാർത്ഥനയല്ലേ, ഖുർആൻ പാരായണമല്ലേ, അന്നദാനമല്ലേ, എല്ലാറ്റിനും നന്മയുടെ മുഖം നൽകി പ്രവാചകൻ പഠിപ്പിക്കാത്ത പലതും ദീനിലേക്ക് റജബിലും ശഅബാനിലും തുടർന്ന് റമളാനിലും ഇനി അങ്ങനെ പോവത്. അങ്ങനെ മതമാണെന്ന് വിശ്വസിച്ച് മതത്തിലില്ലാത്തത് ചെയ്യുക, ഇത് ജീവിതത്തിന്റെ വലിയൊരു ദുരന്തമാണ്. അത് വേഷവിധാനത്തിലാണെങ്കിലും സാമ്പത്തിക വ്യവഹാരങ്ങളിലാണെങ്കിലും സ്വഭാവരംഗത്താണെങ്കിലും കണിശമായ നിലപാട് വിശ്വാസികൾക്ക് ഉണ്ടാവുക എന്നതാണ് അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത്. മറ്റേത് തന്റെ ഇച്ഛകൾക്ക് പിന്നാലെ പോകലാണ്. മതപരമായ വിഷയങ്ങളിൽ വ്യക്തമായ തീരുമാനമുണ്ടായിരിക്കെ, വളരെ വ്യക്തമായ തീരുമാനം ഇസ്ലാമിനുണ്ട്, പ്രമാണങ്ങളിലുണ്ട്. അത് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുക പാടില്ല. അവൻ ഉറച്ച നിലപാടുള്ളവനായിരിക്കണം, കൃത്യമായ കാഴ്ചപ്പാടുള്ളവനായിരിക്കണം, ജീവിതത്തിൽ അതിനെ കൊണ്ടു നടക്കുവാനുള്ള താല്പര്യമുള്ളവനായിരിക്കണം. നോക്കൂ നിങ്ങൾ, അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, നമ്മൾ സദാ കേൾക്കുന്ന ഒരു വചനമാണ്. ഒരു സത്യവിശ്വാസിക്കോ ഒരു സത്യവിശ്വാസിനിക്കോ ഉണ്ടാവാൻ പാടില്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ, മതപരമായ ഒരു കാര്യത്തിൽ അവന്റെ ജീവിതത്തിന്റെ വിഷയത്തിൽ റഹ്മാനായ റബ്ബോ പ്രവാചകനോ ഒരു കാര്യം തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, അവർക്ക് തങ്ങളുടെ കാര്യത്തെ പറ്റി സ്വതന്ത്രമായ ഒരു അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. അള്ളാഹ് പറഞ്ഞതാണ് എന്റെ അഭിപ്രായം, ഖുർആനിലുള്ളതാണ് എന്റെ അഭിപ്രായം, പ്രവാചകന്റെ മാതൃകയിലുള്ളതാണ് എന്റെ അഭിപ്രായം. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും ഇതിനെ ധിക്കരിക്കുന്ന പക്ഷം ഫഖദ് വല്ല വലാലൻ മുബീന, അവൻ വളരെ സ്പഷ്ടമായ വഴിപിഴവിലാണ്. അവൻ കുറെ നിസ്കരിച്ചുകൊണ്ട് കാര്യമില്ല, കുറെ ഇബാദത്ത് എടുത്തോണ്ട് കാര്യമില്ല, ഞാൻ അള്ളാന്റെ ആളാന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല. തികച്ചും വ്യക്തിപരമായി അവൻ വഴിപിഴവിലായിരിക്കുന്നു, അവൻ ഇനി രക്ഷയില്ല എന്ന് റഹ്മാനായ റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ റബ്ബിന് കീഴൊതുങ്ങലാണ് വിശ്വാസം, റബ്ബിന് കീഴൊതുങ്ങലാണ് ഇബാദത്ത്. സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് നീങ്ങുന്നവൻ വിശ്വാസിയല്ല. ഇതൊക്കെ പരലോകത്തിന്റെ വിഷയല്ലേ? എന്തെങ്കിലും കാട്ടിക്കൂട്ടിൽ പരലോകം കിട്ടോ? ഇല്ല. റഹ്മാനായ റബ്ബ് പറയണേ, ഇച്ഛകൾക്കനുസരിച്ച് പോകുന്ന ഒരു മനുഷ്യൻ അവൻ എത്ര നല്ല രൂപത്തിലാണ് സമൂഹത്തിന് മുമ്പിലെങ്കിലും അവൻ അള്ളാഹുവിന്റെ അടുത്ത് വിശ്വാസിയല്ല, അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഫലാ വറബ്ബിക്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇല്ല, നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം. അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയണം, അള്ളയാണ് സത്യം എന്ന് പറഞ്ഞൊരു കാര്യം പറയൂ. ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഭിന്നത ഉണ്ടായ കാര്യത്തിൽ അവർ നിന്നെ വിധികർത്താവാക്കുകയും അള്ളാഹുവിന്റെ ദീനിനെ അനുസരിച്ച് ഒരു വിധി അവരുടെ ജീവിതത്തിൽ അവർ സ്വീകരിക്കുകയും, എന്നിട്ട് അവർക്കുണ്ടാകേണ്ടുന്ന ഗുണങ്ങൾ അല്ലാഹ് പറയാം. പിന്നീട് അവരുടെ മനസ്സുകളിൽ ഒരു വിഷമവും തോന്നാതിരിക്കണം. ഇത് മതമാണ്, ഇത് ഞാൻ സ്വീകരിച്ചതിന്റെ പേരിൽ സന്തോഷമാണ് ഉണ്ടാവേണ്ടത്, അല്ല ഇതിങ്ങനെയൊക്കെ ആയല്ലോ റബ്ബേ, ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമമാണ് ഉള്ളതെങ്കിൽ അവൻ മുഅ്മിനല്ല, മുസ്ലിമല്ല, സ്വർഗാവകാശിയല്ല. മിമ്മാ ഖളൈത, അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയാ, നീ വിധിച്ച ഒരു കാര്യത്തിൽ അവരുടെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. വയുസല്ലിമൂ
തസ്ലീമ, അവർ പൂർണ്ണമായി സമ്മതിച്ച് അനുസരിക്കുകയും ചെയ്യുന്നതുവരെ. പിന്നൊരു മുസ്ലിം ആവില്ല. അത് ചെയ്യുന്നത് വരെ അവരാരും മുഅ്മിനീങ്ങളല്ല. എങ്ങനെ പറഞ്ഞതായത്? ഫലാ വറബ്ബിക്, നിന്റെ റബ്ബാണ് സത്യം എന്നാണ്. മതപരമായ ഒരു കാര്യം ജീവിതത്തിൽ പാലിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം വേണം, വല്ലാത്തൊരു ആഹ്ലാദം വേണം, ഒരു ചടപ്പുണ്ടാവാൻ പാടില്ല. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഹ്ലാദം ഉണ്ടാകണം. പടച്ചോനെ ഉണർന്നല്ലോ, ബാങ്ക് കേട്ടല്ലോ. ഒരു കച്ചവടം ചെയ്യുമ്പോ ഇതെനിക്ക് പറ്റൂലല്ലോ, അതുകൊണ്ട് എനിക്കൊരു രൂപ ഉണ്ടായാൽ ഒരു ഹൈർ ഉണ്ടാവില്ലല്ലോ. ആ സന്തോഷം കൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുക. എല്ലാരും ചെയ്യുന്നുണ്ട്, ഈ മുസ്ലിമായതിന്റെ പേരിൽ ഇതൊരു തടസ്സമായാലോ എന്നൊരു വിഷമുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല എന്ന് റഹ്മാനായ റബ്ബ് പറയാം. സഹോദരങ്ങളെ, നമ്മുടെ ഇഷ്ടം, നമ്മുടെ ആഗ്രഹം അത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് കീഴൊതുങ്ങുന്നത് വരെ അവൻ വിശ്വാസിയാവുകയില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാ. ആ ഹവണ്ടല്ലോ നേരത്തെ പറഞ്ഞ്, അത് ആകണം. എങ്ങനെ? അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച്, നമുക്ക് വഹയായി അള്ളാഹു പഠിപ്പിച്ച നിയമങ്ങൾക്കനുസരിച്ച്, അള്ളാഹ്ക്കനുസരിച്ച് നിന്റെ ഹവകളെ, ഇച്ഛകളെ, ഇഷ്ടങ്ങളെ നീ ആക്കി തീർക്കുന്നത് വരെ നീ മുഅ്മിനല്ല. ഒന്നുകൂടി റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജനങ്ങൾ എന്ത് കരുതും എന്ന് വിചാരിച്ചാണ് പലരും തന്റെ മതവിശ്വാസം വരെ ബലി കഴിക്കുന്നത്. അല്ലേ? ഹറാമായത് തിന്നാൻ പറ്റൂല. ആഘോഷങ്ങളിൽ അതിർവരമ്പുകൾ വേണം. തന്റെ ആളുകളുമായി സഹകരിക്കുന്നതിൽ ഇസ്ലാമികമായ കാഴ്ചപ്പാട് നോക്കണം. ഇതൊന്നും ആൾക്കാർക്ക് പ്രശ്നമില്ല. എല്ലായിടത്തും കൂടിയാടിയിട്ട് ബാക്കി മുസ്ലിമായ മദീന, അല്ലെങ്കിൽ ആൾക്കാർ എന്തെന്നെ പറ്റി വിചാരിക്കുക? ഞാൻ ഇങ്ങനെ ഒരു പള്ളിക്ക് മൂലക്ക് ഇരുന്ന് പോണ ആൾക്കാരുടെ കൂട്ടത്തിലാണോ എന്നെ വിചാരിക്കുക? നാട്ടിലെ ഹറാമുകൾ വർദ്ധിക്കുമ്പോ സഹോദരങ്ങളെ, കൂടെ സഞ്ചരിക്കലാണോ ഒരാൾ? ഒരു നാട്ടിൽ എല്ലാവരും കുടുംബജീവിതം തകർത്ത് ജീവിക്കുകയാണ്. ഇന്ന് എന്റെ കുടുംബം പൊളിച്ചെടുക്കാൻ തീരുമാനിക്കും ആരെങ്കിലും? ഇല്ലല്ലോ, ആരും ചെയ്യൂലത്. എന്തേ കാരണം? അത്ര പവിത്രമാണത്. നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമല്ലേ? നാളെ മരണാനന്തര സ്വർഗത്തെ ലക്ഷ്യം വെച്ചിട്ടല്ലേ നമ്മൾ മുന്നോട്ട് പോണേ? അതിനെ തകർക്കുന്ന പലതും നമ്മൾ കാണും. അവിടെ നമ്മുടെ ജീവിതത്തിൽ ആ ദുനിയാവിന്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകാതെ സത്യസന്ധമായ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് ഏതുവിധ എതിർപ്പ് വന്നാലും അല്ലാഹുവിനെ കാക്കും. എനിക്ക് അല്ലാഹ് ഉണ്ടാവും. ഞാനൊരു ഹറാമെന്നാണ് ഇപ്പൊ സുരക്ഷിതനായത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം. അൽഹംദുലില്ലാഹ്. അങ്ങനെ വിശ്വസിച്ച് ആത്മാർത്ഥമായി മനസ്സ് തട്ടി ഒരു ആഹ്ലാദമാവന് ഒരു ഹറാമെന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനിൽ തമസ റിളാ അല്ലാഹ് ബിസഖ്തിന്നാസ് കഫാഹുല്ലാഹു മുഅ്മിനത്തൻ ലിന്നാസ്. ആരെങ്കിലും ജനങ്ങളുടെ പിണക്കം വകവെക്കാതെ അള്ളാഹുവിന്റെ പ്രീതി തേടുന്നുവോ എങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവന് മതിയായവനാണ്. അള്ളാഹ് കാക്കുന്നതിനർത്ഥം അള്ളാഹ് സുരക്ഷിതനാക്കും. നമ്മൾ ജീവിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകും, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകും, നമ്മൾ ചെയ്യുന്ന കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാകും, നമ്മുടെ കുടുംബത്തിലുണ്ടാകും. ഒരു ഹറാം അങ്ങനെ കാണുമ്പോ അതൊക്കെ നാട്ടിൽ നടക്കണല്ലേ, ഞാനും എന്റെ കൂടാ. നമ്മൾ മാത്രല്ല കുടുംബത്തെയും കൂട്ടും. അല്ലേ? ആ സ്ഥാപനത്തിൽ ഒരു നല്ല വ്യക്തിത്വമായി മാറാൻ നമുക്ക് തടസ്സം എന്താ? എല്ലാരും ചെയ്യുന്നില്ലതാണ്. അള്ളാഹ് പറയാ, നീ എന്തിനാ അങ്ങനെ പേടിച്ചേ? നീ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നു വിചാരിച്ചിട്ടല്ലേ? ആളുകൾ നിന്നെ മോശക്കാരനെന്ന് ചിത്രീകരിക്കുന്നു വിചാരിച്ചിട്ടല്ലേ? നിനക്കുള്ള ആനുകൂല്യം നഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ടല്ലേ? നിന്റെ സമ്പത്തിലെ വർധനവ് കുറഞ്ഞു പോകുമെന്നല്ലേ നിന്റെ ഭയം? അല്ലെങ്കിൽ ഇവിടെയുള്ള അംഗീകാരങ്ങൾ നഷ്ടമല്ലേ നിന്റെ ഭയം? അങ്ങനെ ഭയപ്പെട്ട് അവരെ കൂടെയാണ് നീ ജീവിക്കണമെങ്കിൽ അള്ളാഹ് സംരക്ഷിക്കൂല. മറിച്ച് നീ അള്ളാഹു എന്നെ തൃപ്തിപ്പെട്ടാൽ മതി, വേറെ ആരും എനിക്ക് വേണ്ട, ആരും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് തീരുമാനിച്ചാൽ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കഫാഹുല്ലാഹ്, അവൻ അല്ലാഹു മതിയായവൻ. ഇതിന് തൊട്ടടുത്ത വരി എന്താണെന്നറിയോ? അതാണ് പേടിപ്പിക്കുന്ന വരി. റസൂലുള്ളാഹി പറയാ, വമനിൽ തമസൽ റിളാ അന്നാബി സഖ്തിന്നാസ് വക്കലഹുല്ലാഹു ഇലന്നാസ്. ഇനി ആരെങ്കിലും അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ചെയ്യാൻ അള്ളാഹിന്റെ വെറുപ്പ് സമ്പാദിക്കില്ല. അങ്ങനെ ആരെങ്കിലും ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രീതി നേടുന്നുവെങ്കിൽ അള്ളാഹു അവനെ ജനങ്ങളിലേക്ക് തന്നെ ഏൽപ്പിക്കും. വക്കലഹുല്ലാഹു ഇലന്നാസ്, ജനങ്ങളിലേക്കാണ് ഏൽപ്പിച്ചു കൊടുക്കുന്ന. എന്നാൽ അള്ളാഹിന്റെ സംരക്ഷണത്തിന് അവനുണ്ടാവില്ല.
അള്ളാന്റെ സംരക്ഷണം നഷ്ടപ്പെട്ടിട്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ എന്ത് നേടാനാണ്? അതുകൊണ്ട് പരിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നു. ഇവിടെ സ്വന്തത്തൊന്ന് വിലയിരുത്താം. ഹറാമുകൾ എന്തെങ്കിലും നിലക്ക് ആരുടെയെങ്കിലൊക്കെ പൂരിശയ്ക്ക് വേണ്ടി പലിശ കൊണ്ടോ അല്ലെങ്കിൽ ഹറാമായ ബന്ധങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലക്ക് അള്ളാന്റെ ദീനിൽ നിരക്കാത്ത എന്തെങ്കിലും ഒന്ന് പരിശോധിക്കുക. അത് ചിലപ്പോൾ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. റഹ്മാനായ റബ്ബിന് മാത്രമേ അറിയുള്ളൂ. റഹ്മാനായ റബ്ബിന്റെ കിതാബിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലേ? ഇപ്പൊ ആരും അറിഞ്ഞിട്ടില്ല, ഭാര്യ അറിഞ്ഞിട്ടില്ല, മക്കൾ അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ നമുക്ക് വലിയ കൗതുകം തോന്നും. പക്ഷേ വിശ്വാസികളെ, അള്ളാഹ് പറയണം, അങ്ങനെ ഈ ഇഷ്ടത്തിന്റെ പിന്നാലെ പോയാൽ നീ അള്ളാനല്ല ഇബാദത്ത് എടുക്കണത്, നിന്റെ ഇച്ഛകളെ നീ നാശത്തിലേക്കാണ് പോണത്. ഒരു തിരിച്ചു നടക്കാൻ റഹ്മാനായ റബ്ബ് നമ്മെ വിളിക്കുമ്പോ വിശ്വാസികളെ, ഒരു അറ്റാക്ക് വരുന്നതിന് മുമ്പ്, ഒരു കുഴച്ചിൽ വരുന്നതിന് മുമ്പ്, ഒരു മാരകമായ രോഗത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, ആ കട്ടിലിലോ കസേരയിലോ കുഴഞ്ഞ് ആളുകളുടെ ദയനീയമായ കാഴ്ച കണ്ട് നമ്മളങ്ങനെ ഉരുകിത്തീരൂലേ? അതിനു മുൻപ് അല്ലാഹ്, നിന്റെ വഴിയിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് റഹ്മാനെ, നീ വിളിച്ച വഴിയിലാണ് ഞാൻ സഞ്ചരിച്ചത്, നീ ഇവിടുന്ന് തിരിച്ചു വിളിച്ചാലും നീ എന്നെ കാക്കുമെന്ന പ്രതീക്ഷയുണ്ട് എനിക്കെന്ന് അള്ളാഹുവിനെ വിളിച്ച് സത്യം ചെയ്യാൻ, അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്കൊരു അവസരമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശ്വാസികളെ, റഹ്മാനായ റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ മനസ്സിന്റെ തോന്നലുകൾക്ക് പിന്നാലെ സഞ്ചരിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ദീനനുസരിച്ച് ജീവിക്കാനുള്ള തീരുമാനമാണ് ഈമാൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായും ആ ഈമാനിനെ സംരക്ഷിക്കാൻ കഠിനമായ അധ്വാനം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആവശ്യമാണ്. അതിന് അള്ളാഹുവിനോട് വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് കൃത്യമായ അറിവ് നേടി തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നതാണ്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലെ സുരക്ഷാ കവചമായി പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ, അത് മനമുരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. പ്രാർത്ഥനക്ക് അള്ളാഹു 3 രൂപത്തിൽ ഉത്തരം നൽകുക തന്നെ ചെയ്യും. അത് ഇഹലോകത്ത് ഹൈറാണെങ്കിൽ നമുക്ക് ഇഹലോകത്ത് വെച്ച് തന്നെ സംഭവിക്കും. സഹോദരങ്ങളെ, എന്തിനാ സംശയം? നമുക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഒരു ലഭിച്ചില്ലെന്ന് തോന്നലുണ്ടോ? ഉണ്ടെങ്കിൽ അതിനർത്ഥം അതെനിക്കിവിടെ ഹൈറല്ല എന്നാണ്. ഹൈറാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും. കാരണം റഹ്മാനായ റബ്ബ് മുഅ്മിനായ ഒരു മനുഷ്യന് ഹൈർ മാത്രമേ സംഭവിക്കൂ. ബാക്കി പരീക്ഷണങ്ങളാണ്. മറ്റൊന്ന് അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലേ? നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം ലഭിക്കും. എന്തെല്ലാം മഹത്വങ്ങൾ പ്രാർത്ഥനക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മനസ്സൊന്ന് തളരാതിരിക്കാൻ, മനസ്സ് കൈവിട്ടു പോകാതിരിക്കാൻ അതീവ ജാഗ്രത നമ്മൾ കാണിക്കുന്നതോടൊപ്പം നിരന്തരമായ പ്രാർത്ഥന ഉണ്ടാവണം. പക്ഷേ പ്രാർത്ഥനക്കൊരു അപകടം. അതെന്താ വെച്ചാൽ പ്രാർത്ഥനകളൊക്കെ നമുക്കറിയാം, പക്ഷെ അത് ചൊല്ലാൻ മാത്രം പിശാച് നമ്മെ അനുവദിക്കില്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഈ പ്രാർത്ഥന അറിയാത്ത ഒരാൾ പോലും ഈ സദസ്സിലുണ്ടാവില്ല. ഇന്ന് പ്രഭാത നമസ്കാരത്തിന് ശേഷം എന്റെ ഈമാൻ കൊഴിഞ്ഞു പോകുമോ എന്ന ഭയത്തോടു കൂടി അല്ലാഹുമ്മ, അല്ലാഹുവേ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റഹ്മാനായ റബ്ബേ, സബ്ബിത്, ഒന്ന് ഉറപ്പിച്ചുകൊണ്ട ഖൽബി, എന്റെ മനസ്സിനെ അലാ ദീനിക്, നിന്റെ മതത്തിന്റെ കൽപ്പനകളിൽ എന്റെ മനസ്സിനെ ദൃഢമായി നിൽക്കാനുള്ള താക്കത്ത് എനിക്ക് കൊണ്ടാ എന്ന് ഇന്ന് ചോദിക്കാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അത് വിട്ടുപോകാൻ പാടില്ല. കാരണം അത് വിട്ടുപോകാനുള്ള സാഹചര്യങ്ങൾ ധാരാളമായി നമ്മുടെ മുമ്പിലുണ്ട്. എന്തിന്? നമ്മുടെ ഇടത് ഹൃദയത്തിന് മുമ്പ് ആ പോക്കറ്റിൽ വെക്കുന്ന മൊബൈൽ ഫോൺ പോരെ കൂടെ കൊണ്ടു നടക്കുന്ന ഏറ്റവും അപകടം പിടിച്ച വസ്തുവാണ്. ഒരു വോയിസ് മതി, ഒരു ടെക്സ്റ്റ് മതി, ഒരു വീഡിയോ മതി, നമ്മുടെ മനസ്സൊന്ന് മാറിപ്പോകാൻ. ചോദിക്കണ്ടേ അല്ലാഹുവിനോട്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. മാത്രല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറ. അല്ലാഹുവേ, എന്റെ ആയുസ്സിന്റെ ഏറ്റവും നല്ല ഭാഗം അതിന്റെ അവസാനാക്കണേ. പക്ഷേ എന്റെ അടുത്തേക്ക് പോരുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്തിൽ എന്റെ ജീവിതം ഉണ്ടല്ലോ, അത് ഏറ്റവും നന്നാക്കണം. നമ്മൾ ചോദിക്കാൻ അയക്കൂല.
അതിന്റെ ബാക്കി എന്താണെന്നറിയോ? അല്ലാഹുവേ, എന്റെ കർമ്മങ്ങളിൽ ഏറ്റവും നല്ലത് അതിന്റെ ഒടുവിലെത്തിയതാക്കുക. ഞാൻ കുറെ കർമ്മങ്ങൾ ചെയ്യണ്ടേ, ഞാൻ തിരിച്ചു വരില്ല എന്റെ അടുത്തേക്ക്. ആ സമയത്ത് ചെയ്യുന്ന അമലുണ്ട്, അത് ഏറ്റവും നല്ലതാണ്. കാരണം അള്ളാഹ്ക്ക് ഒരു അമല് മതി. അള്ളാഹ് തൃപ്തിപ്പെട്ട ഒരു അമലുണ്ടെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ് നൽകാന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, ജീവിതത്തിൽ കുറച്ചു കാലം കിട്ടിയതിനെ വളരെ ഭംഗിയായി പ്രയോജനപ്പെടുത്തിയിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റണം. ചിലപ്പോ വലിയ സമ്പാദ്യങ്ങളൊക്കെ നമുക്കുണ്ടാകും, ചിലപ്പോ വലിയ സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ആ 3 കഷ്ണം തുണിയിൽ അവസാനിച്ചില്ലേ? 3 ദിവസം കഴിഞ്ഞ കുടുംബമടക്കം നമ്മെ മറന്നു തുടങ്ങൂലേ സഹോദരങ്ങളെ? എന്നാൽ മറക്കാത്ത റഹ്മാനായ റബ്ബ്, കൂലിത്തരാൻ കാത്തിരിക്കുന്ന റഹ്മാനായ റബ്ബ് നമുക്ക് വേണ്ടി നന്മകളുടെ ലോകം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. ഖാലിദിന ഫിഹാ, അതിൽ ശാശ്വതരായിരിക്കും. അവിടേക്കുള്ള യാത്രയിൽ പാതയം സ്വീകരിക്കുന്നതിൽ നമ്മൾ ഒരിക്കലും മടിയോ അലസതയോ അശ്രദ്ധയോ ഉണ്ടാവാൻ പാടില്ല. അതാണ് പിശാചിന്റെ തന്ത്രമെന്ന് തിരിച്ചറിഞ്ഞ് മുഅ്മിനായി മുഖ്ലിസായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ സകല തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുള്ള റഹ്മത്ത് അള്ളാഹു നൽകുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ. അവർ മുഖേന മനസ്സുകൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിന് ശക്തിയും നമ്മുടെ ആശ്രിതർക്ക് ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. കഠിനമായ പരീക്ഷണങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. മാറാ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.